ഇനി അതായത് ഇവിടെ വന്ന് നമ്മളിതൊന്ന് കണ്ടിട്ട് ഇനിയിപ്പോൾ ഈ ഫിലിം കാണുമ്പോഴാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യമായ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നത്. സീരിയസ്ലി എക്സ്പെഷ്യലി ഇത് മരിച്ചവരുടെ ആ ലിസ്റ്റ് ഒക്കെ കൊടുത്തിരുന്ന സമയത്ത് നിങ്ങൾ ഒരു തവണ എങ്കിലും ലൈഫിൽ വന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഹലോ ഗൈസ്, ഞാനിപ്പോൾ നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റിലെ നമ്മുടെ ടൈറ്റാനിക് മ്യൂസിയത്താണുള്ളത്. ഇംഗ്ലീഷ് സിനിമ ആദ്യം കാണുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത 2 കപ്പിൾസാണ് ജാക്ക് ആൻഡ് റോസ്. പിന്നെ അവരുടെ ഒരുമിക്കാൻ പറ്റാത്ത പ്രണയവും ആ നടന്ന കപ്പലിലുണ്ടായ ഡിസാസ്റ്ററും ഒക്കെ ഒരു സ്റ്റോറിയാണെന്ന് കരുതിക്കൊണ്ടിരുന്ന എനിക്ക് പിന്നീട് കുറച്ച് വളർന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതൊക്കെ റിയലായി നടന്ന സംഭവമാണെന്ന്. എന്നാൽ അതൊക്കെ കാണാൻ ഇങ്ങനൊരു ഭാഗ്യം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. അതെ, ശരിക്കും ഭാഗ്യം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഈ ബെൽഫാസ്റ്റിലാണ് നമ്മുടെ ടൈറ്റാനിക് കപ്പൽ ഉണ്ടാക്കിയത്. ആ ഉണ്ടാക്കിയ സ്ഥലത്താണ് ഈ മ്യൂസിയം ഉള്ളത്. നൗ ഐ ആം ഇൻ ബെൽഫാസ്റ്റ് ടൈറ്റാനിക് മ്യൂസിയം. ഇവിടുത്തെ എൻട്രി ഫീ 25 പൗണ്ട്സ് ആണ്. അന്ന് ആ കപ്പലുണ്ടായവരുടെ കയ്യിൽ നിന്ന് മിസ്സായതും ചിലപ്പോൾ കപ്പലുണ്ടായിരുന്നതായ കുറേ സാധനങ്ങൾ ഇവിടെ ഒരു കണ്ണാടിക്കൂട്ടിൽ വെച്ചിട്ടുണ്ട് കാണാനായിട്ട്. ഈ മ്യൂസിയത്തിന്റെ ഔട്ട്ലുക്കും ഏകദേശം നമ്മുടെ കപ്പലിന്റെ അതേ വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ അകത്ത് പ്രവേശിക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് റിലേറ്റ് ചെയ്ത് ഫീൽ ചെയ്യാറുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു ദിവസം തന്നെ ഇത് കാണാനായിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് എത്തുന്നത്. ടൈറ്റാനിക് കപ്പലിന്റെ പല കാര്യങ്ങൾക്കും കയർ ഉപയോഗിച്ചിരുന്നത് ഈ ഫ്ലാക്സ് സീഡിൽ നിന്ന് ഉണ്ടാക്കിയതായിരുന്നു. അതിന്റെ പ്രോസസ്സിംഗ് സ്റ്റേജ് ഒക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണാൻ തന്നെ ഇത്രയ്ക്ക് അത്ഭുതകരമാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. ദിസ് ഈസ് ദ ഇൻട്രസ്റ്റിംഗ് പാർട്ട്. ഈ കയർ എങ്ങനെയാണ് നെയ്യുന്നത്, ഇതിൻ്റെ ഓരോ പ്രോസസ്സിങ് സ്റ്റേജ് ഇങ്ങനെ ഓരോ വീട്ടിലും ഓരോ ബിൽഡിങ്ങിൽ അതിൻ്റെ ഡെമോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിലും കോൺവെർസേഷനിലൂടെ നമുക്കത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ആൻഡ് ഇതാണ് നമ്മുടെ ടൈറ്റാനിക്കിൻ്റെ സ്കെൽട്ടൺ. ഇതിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഓരോ പ്രോസസ്സിങ് സ്റ്റേജും അവർ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ മിനിയേച്ചർ ആർട്ടിലൂടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വാസ് റിയലി അമേസിങ് ടു സീ. ഈ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, നേരിട്ട് ഇതിലും മനോഹരമാണ് ഇത് കാണാനായിട്ട്. ഈ മ്യൂസിയത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത് ഇതുപോലെ തന്നെയാണ്. എല്ലാത്തിൻ്റെ ഡെമോയും നമുക്ക് യൂസ് ചെയ്ത് ഇങ്ങനെ വായിക്കാനും കേൾക്കാനും പറ്റുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ പല കാര്യങ്ങളും പസിലുകളായിട്ടും ഗെയിംസ് ആയിട്ടും ഇങ്ങനെ വീഡിയോ ഡിസ്പ്ലേയിലും ഒക്കെ കാണിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സാധിക്കും. യൂഷ്വലി മ്യൂസിയങ്ങളിൽ നിന്നും ഇതിനെ വെറൈറ്റി ആക്കുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. യൂഷ്വൽ മ്യൂസിയമൊക്കെ കുട്ടികൾ വന്നു കഴിയുമ്പോഴേക്കും അവർക്ക് ബോറടിക്കാൻ തുടങ്ങും. ഇവിടെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ ഈ കൊടുക്കുന്ന കാശിനും ഈ കളയുന്ന സമയത്തിനും ഭയങ്കര വർത്ത് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ ഉള്ളിൽ. സിംപ്ലി മൂവിയിൽ കാണിച്ച കഥയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയും വലിയ കാര്യങ്ങളുണ്ടെന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ആൻഡ് ഇതൊരു ലിഫ്റ്റാണ് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും നേരെ 4th ഫ്ലോറിലേക്കുള്ള എൻട്രി ആണ്. പിന്നെ നമ്മുടെ 2nd, 3rd, 2 ഒന്നും കാണാൻ പറ്റില്ല. അതെന്താണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. 4th ഫ്ലോറിലെത്തി മുന്നോട്ട് നീങ്ങിയപ്പോഴേക്കും ഒരു നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. പതിയെ ക്യൂവിൽ നിന്ന് ചെന്നപ്പോഴേക്കും ഒരു റൈഡ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 പേര് വെച്ചിട്ടാണ് ഓരോന്നിലും എൻട്രി ആവേണ്ടത്. കാണുന്നത് പോലെയല്ല, ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ആൻഡ് അതിൽ കയറി ഇരുന്ന് കഴിയുമ്പോഴേക്കും നമ്മളെ ഇങ്ങനെ പതിയെ കൊണ്ടുപോകും. പോകുമ്പോഴൊക്കെ നമ്മുടെ ഈ കപ്പൽ ഉണ്ടാക്കിയത് മുതൽ അതിൻ്റെ സ്റ്റാർട്ടിങ് മാപ്പ് മുതലുള്ള ഓരോ പോർഷൻസും ഇങ്ങനെ ഡെമോ പോലെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവും. ആൻഡ് ഇത് നമ്മുടെ ഇരുമ്പുണ്ടാക്കുന്ന സെക്ഷനാണ്. നമ്മൾ പണ്ടൊക്കെ ഇരുമ്പുണ്ടാക്കുന്നത് ഇങ്ങനെ അടിച്ച് പരത്തിയിട്ടാണല്ലോ. അപ്പോൾ അതിൻ്റെ ചൂട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതിങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആൻഡ് യു ഷുഡ് നീഡ് ടു എക്സ്പീരിയൻസ് ദാറ്റ് വൺ. ദാറ്റ് വാസ് റിയലി അമേസിങ്. ഫൈനൽ ഡെമോ എന്ന് പറയുന്നത് നമ്മുടെ ടൈറ്റാനിക് റെഡിയായി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്ന അവിടെ ഒരു പാർട്ടിയാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഈ കഥകിനപ്പുറം കുറേ ആൾക്കാർ നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവിടെ ആരുമില്ല. അതും ആക്ച്വലി ഒരു ഡിസ്പ്ലേ ഡെമോയാണ്. കാണുമ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത് അതിൻ്റെ അപ്പുറം ആരൊക്കെയോ നിൽക്കുന്നുണ്ട് എന്നാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും റിയലിസ്റ്റിക് ആയിരുന്നു അവിടുത്തെ ഓരോ കാര്യങ്ങളും. പിന്നീട് അങ്ങോട്ടുള്ളത് നമ്മുടെ ആഫ്റ്റർ ടൈറ്റാനിക്, അതായത് ടൈറ്റാനിക് ഉണ്ടായതിന് ശേഷം പിന്നെ അങ്ങോട്ട് അതിൻ്റെ ഡിസാസ്റ്റർ നടന്ന സംഭവങ്ങൾ മുതലുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇങ്ങനെ മിനിയേച്ചർ വേർഷനിലൂടെ ഡെമോയിലൂടെയും കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ ടൈറ്റാനിക് സ്റ്റാർട്ട് ചെയ്ത ടൈം മുതൽ പിന്നെ അങ്ങോട്ട് അത് മുങ്ങുന്ന സമയം, അല്ലെങ്കിൽ അതിന് എന്താണ് സംഭവിച്ചത്, എത്ര കിലോമീറ്റർ അകലെ വെച്ചിട്ടാണ് ഇവർക്ക് ഇങ്ങനെ വാർണിംഗ് കിട്ടിയത്, അങ്ങനെയൊക്കെ. ഈ ലിസ്റ്റിൽ കാണുന്ന നെയിംസൊക്കെ എന്താണെന്ന് അറിയാമോ? ഈ കപ്പലിൽ യാത്ര ചെയ്ത ആൾക്കാരുടെ പേരാണ്
ഇതിൽ മരിച്ചവരുടെയും പിന്നെ രക്ഷപ്പെട്ടവരുടെയൊക്കെ താഴെയും മുകളിലുമായിട്ട് ഇങ്ങനെ 2 സെക്ഷനിൽ തിരിച്ചെഴുതിയിട്ടുണ്ട്. ഇതിൽ ജാക്കിൻ്റെയും റോസിൻ്റെയും പേര് കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് റിയലി മെയ്ഡ് മീ വെരി വെരി സാഡ്. ബിക്കോസ് ആ ഒരു ടൈമിൽ നമുക്ക് ആ ഒരു മ്യൂസിക്കും ആ നെയിംസും ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളെ വിഷമിപ്പിക്കും. ഇതാണ് നമ്മുടെ കപ്പൽ പുറപ്പെട്ട സമയം, പിന്നെ പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഉണ്ടായ ഓരോ കാര്യങ്ങൾ, എവിടെ വെച്ചാണ് മുങ്ങിയത്, എന്ത് സംഭവിച്ചു എന്നൊക്കെ ഒരു ഡെമോ വേർഷൻ പോലെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ടൈറ്റാനിക് മുങ്ങി താഴ്ന്നതിന് ശേഷം അത് കണ്ടുപിടിക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ ടൈറ്റാനിക് കണ്ടുപിടിക്കാൻ ഇടയായത് ഈ കാണുന്ന ഒരു മെഷീനാണ്. ഒരു 12 വയസ്സുകാരൻ്റെ സ്വപ്നമാണ് ഈ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? അതിൻ്റെ ഡെമോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി അമേസിങ്. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേക്കും നമ്മുടെ കപ്പലിൻ്റെ ഒരു റിയൽ വേർഷൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡിസ്പ്ലേ വാളിൽ മരിച്ച ആളുകളുടെ പടങ്ങളും, അത് നമ്മളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്ന ഒരു സീൻ തന്നെയായിരുന്നു. അത് ആ ഒരു എന്താ പറയുക, ആ ഒരു ഫീല് നമുക്ക് റിയലായിട്ട് അവിടെ ചെന്നാലേ നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റുള്ളൂ. കടലിൻ്റെ അടിയിൽ ആ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടുപിടിച്ചതും ഇപ്പോൾ ഉള്ള അതിൻ്റെ അവസ്ഥയാണ് നമുക്ക് ഈ കാണാനായിട്ട് പറ്റുന്നത്. ഒരു ഗ്ലാസ്, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ഡെമോ വേർഷൻ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. റിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫീലായിരുന്നു അതിൻ്റെ മുകളിൽ നിൽക്കുന്ന സമയത്ത്. ഒരു കപ്പലിന് പിന്നിൽ ഇത്രമാത്രം കഥകളുണ്ടെന്നും ഇപ്പോഴും ഇതിൻ്റെ ഹിസ്റ്ററി ഇങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മുങ്ങിത്താണു പോയ ആ ഒരു കപ്പലിന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് എനിക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലായി. ഹലോ ഗൈസ്, ഞങ്ങൾ ഫൈനലി ഇവിടെ നിന്ന് കണ്ട് പുറത്തിറങ്ങി. സത്യം പറഞ്ഞാൽ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫീല് ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അല്ല, കിട്ടിയിട്ടുണ്ടോ? എക്സ്പീരിയൻസ് പറ അനുചേച്ചി. ഇൻ മൈ ഓൺ എക്സ്പീരിയൻസ് ഇനി, അതായത് ഇവിടെ വന്ന് നമ്മളിതൊന്ന് കണ്ടിട്ട് ഇനി പോയി ഫിലിം കാണുമ്പോഴാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യമായ ഒരു ഫീൽ നമുക്ക് കിട്ടും. സീരിയസ്ലി, എക്സ്പെഷ്യലി ഇത് മരിച്ചവരുടെ ആ ലിസ്റ്റ് ഒക്കെ കൊടുത്തിരുന്ന സമയത്ത് നിങ്ങൾ ഒരു തവണ എങ്കിലും ലൈഫിൽ വന്ന് കാണേണ്ട ഒരു കാര്യം തന്നെ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.